ഒരിക്കൽ അയാളുടെ ഒരു വിഷമം എന്നോട് പറയാണ്. അയാൾക്ക് 45, 50 വയസ്സോളം ആയിട്ടുണ്ടാവും. ബന്ധപ്പെടാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും അയാൾ ആ വിഷയത്തിൽ ആരോഗ്യവാനല്ല എന്നുള്ളൊരു പോയിന്റ് എന്നോട് പറയണ്ടായി. അപ്പം യുനാനി മെഡിസിനിൽ സെക്ഷൽ കണ്ടീഷൻസിന് വളരെ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈവൻ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയാലും പ്രീമച്യൂർഡ് ഇജാക്കുലേഷൻ ആയാലും ഭയങ്കര ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം അയാൾക്കത് അറിയുന്നോണ്ടായിരിക്കും അയാള് സാന്ദർഭികമായിട്ടും അയാളെ ഭാര്യയെ പുറത്താക്കിയതിന് ശേഷമാണ് എന്നോട് ഈ വിഷയങ്ങൾ പറയുന്നത്. ഇങ്ങനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പരിഹാരം എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി അയാള് ഒരുപാട് ചികിത്സിച്ചിട്ടുണ്ട്. അയാളോട് ലാസ്റ്റ് ഒരു സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സർജറിക്ക് ഏകദേശം 3-4 ലാക്സ് ആണ് എക്സ്പെൻസ് വന്നത്. അപ്പോൾ അയാളെ കൂട്ടുകാരനായിട്ടൊരു ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ "നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ, ഇനിയിപ്പോൾ സർജറി ഒക്കെ ചെയ്ത് ഇത്രയും ക്യാഷ് മുടക്കേണ്ട ആവശ്യമുണ്ടോ? അത് പോരെ?" എന്ന് ചോദിച്ച് അയാളെ തളർത്തി. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചികിത്സേൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അയാള് പക്ഷേ എൻ്റെ അടുത്തുന്ന് ഒപിന്ന് കുറച്ച് കാലം മെഡിസിൻ എടുത്ത് അയാൾ പൂർണ്ണ ആരോഗ്യവാനായി. നല്ല മാറ്റം വന്നപ്പം അയാൾക്കത് വലിയൊരു ഒരു അത്ഭുതമായിട്ട് അയാള് കെയർ ഓഫ് ഒരുപാട് പേഷ്യൻസ് ആണ് പിന്നെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ സ്വന്തം ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യായിരിക്കും. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ആണ് അതുവഴിക്ക് യുനാനിയുടെ ഒരു സെക്ഷൽ ഹെൽത്ത് എന്നുള്ള ആ പോയിന്റില് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ഇങ്ങനത്തെ കണ്ടീഷനിൽ. ഒരു അനുഭവമാണ് ഈ ഒരു പോയിന്റിൽ പറയുമ്പോൾ. കാരണം അത്രയും എക്സ്പെൻസീവ് ആയ ഒരു സർജറി പറഞ്ഞ ഒരാൾക്ക് അയാള് കംപ്ലീറ്റ്ലി അതിന്ന് റിക്കവേർഡ് ആയി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം.